സാർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൺകണ്ട ദൈവമാണ് സമീർ സാറ്. പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം അല്ലെ, എല്ലാവർക്കും അറിയാം. നമുക്കിത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം. അപ്പം കൂടുതൽ ഞാൻ സമയമെടുക്കുന്നില്ല. സമീർ സാർ പറയുന്നത് ഇറ്റ്സ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. ലിമിറ്റ് ഇല്ലാത്ത നിങ്ങളുടെ വിജയത്തിന് എൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണെന്നാണ്. ആ പേര് തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇൻഫിനിറ്റി പ്ലാൻ. SMIP എന്നാണ് നമ്മൾ പറയുന്നത്, സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഇൻകം. ഈ സെന്ററിൽ കാണുന്നത് നമ്മുടെ ഇൻകം ആണ്, എല്ലാവരുടെയും ഇൻകം. ഇപ്പോൾ നമുക്ക് ഞാൻ ജനിച്ച മുതൽ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാണുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ഇൻകം എക്സ്പെൻസസിനെക്കാട്ടിലും കമ്മിയായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യാറിയോ, എക്സ്പെൻസസ് ഒരു ബജറ്റാക്കി ഓരോരോ കാര്യങ്ങൾ കട്ട് ചെയ്ത് ഇൻകത്തിനെ മാച്ച് ചെയ്യും. പിന്നെ അടുത്ത മാസം ഈ ഇൻകത്തിനെ മാച്ച്. ഇതാണ് ജീവിതം അല്ലെ. ഇതിൽ ആരെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അവരെല്ലാം സക്സസ്ഫുൾ ആയിരിക്കും. കാരണം ഇൻകം എപ്പോൾ എക്സ്പെൻസസിനേക്കാൾ കൂടുതലാവുന്നുവോ അപ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ കുറെ ലേറ്റ് ആയി. അതാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. നമുക്ക് കിട്ടുന്ന സ്മോൾ ഇൻകത്തിൽ നിന്നും നമ്മുടെ ജീവിതം നയിച്ചു കൊണ്ട് പോകുന്ന വ്യക്തികളാണ് ജനറൽ ആയിട്ടുള്ള പബ്ലിക്. പക്ഷേ ഒരു 80-20 റൂൾ ഇവിടെ വർക്ക് ചെയ്യും. 20% ഓഫ് പോപ്പുലേഷൻ, അതിപ്പോൾ വേൾഡ് ഓവർ ആവട്ടെ, ഇന്ത്യയിലാവട്ടെ, കേരളത്തിലാവട്ടെ, ഏതൊരു ഗ്രൂപ്പ് എടുത്താലും 20% ഓഫ് ദ പോപ്പുലേഷൻ വിൽ ബി ഹോൾഡിങ് 80% ഓഫ് ദ മണി. അവരാണ് ഈ പുറത്ത് കാണുന്നത്. പക്ഷെ ഈ പുറത്ത് കാണുന്ന ഡ്രീംസ് എനിക്കുണ്ടാവാൻ പാടില്ലേ? വേണം. എനിക്കും വലിയൊരു വീട് കെട്ടണം, എനിക്ക് ഫാൻസി കാർസ് വാങ്ങിക്കണം, എൻ്റെ മകൻ്റെ എഡ്യൂക്കേഷൻ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ വേൾഡ് ടൂർ റെക്കഗ്നിഷൻ. ഇപ്പം ജയന്തി എന്നെ വിളിച്ച പോലെ വേറെ ലീഡേഴ്സ് എല്ലാം വിനോദ് കുമാറിന്റെ പേര് വിളിച്ച് എന്നെ സ്റ്റേജിൽ ഒരു റെക്കഗ്നൈസ് ചെയ്യുന്ന ആർക്കാ വേണ്ടാത്തതല്ലേ? നമ്മുടെ പേരുകളെല്ലാം വിളിച്ച് റെക്കഗ്നൈസ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. നമ്മുടെ ലൈഫിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഇവിടെ ഈ റെക്കഗ്നിഷനും ക്വാളിറ്റി ടൈം വിത്ത് ദ ഫാമിലി. ഇതെല്ലാമാണ് നമ്മുടെ ഡ്രീംസ്. പക്ഷെ ഈ സ്മോൾ ഇൻകത്തിൽ നിന്നും ഡ്രീംസിലോട്ട് എങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യാം? ഇന്ന് നമ്മൾ ചെയ്യുന്ന, നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ അടുത്ത 5 വർഷത്തിനുള്ളിൽ, ഇല്ല പോട്ടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ എനിക്ക് പുറത്ത് കാണുന്ന സർക്കിളിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കണം. നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക്